ഹായ്, ഇന്ന് നമുക്കൊരു വറ്റയുടെ തല കിട്ടിയേ. അപ്പം ഞാൻ ഇന്ന് കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയി. അപ്പം ഞാൻ ഇന്ന് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പം ഞാനത് കറി വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതെല്ലാം എടുത്തത് ഇങ്ങനെയൊക്കെ നിങ്ങളെ കാണിക്കത്തുള്ളൂ. ഞാനിനി ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. കാരണം ഇത് മുറിക്കുന്നത് കാണിച്ചാൽ നിങ്ങളാരും എന്നോട് ക്ഷമിക്കത്തില്ല. അതുപോലെ മൂച്ചറമായിരിക്കും വെട്ടുന്നത്. അപ്പം ഞാൻ കറിക്കുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില. അപ്പം നമുക്ക് കറിവേപ്പില തീർന്ന് ഞാൻ എൻ്റെ കറിവേപ്പിൻ തൈയിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചതാണേ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് ഓരോന്ന് വഴട്ടിയെടുക്കാം. അപ്പം മീൻ കറിക്ക് ഉലുവയാണോ ഇടുന്നത്, ഉലുവാപ്പൊടി ഇടുന്നില്ലയോ എന്ന് തന്നെ അവിടെ 2-3 പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് വാട്സപ്പിൽ നമ്പറുള്ളവരെന്നോട് ഇങ്ങനെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഉലുവ വറുത്ത് പൊടിക്കാനുള്ള മടി കൊണ്ട് ഞാനിങ്ങനെ അങ്ങ് വെച്ചേക്കുക. അപ്പോൾ സാമ്പാറിനും മോരിനും മീനിനും എല്ലാം ഞാനിങ്ങനെ കടുക് പൊട്ടിക്കും ഉലുവ. പിന്നെ സമയമുള്ള സമയത്ത്, മടിയില്ലാത്ത സമയത്ത് ഞാൻ വറുത്തൊക്കെ പൊടിച്ച് വെക്കും കേട്ടോ. അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും വഴറ്റി ഒരു 2 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതിനോളം ചേരുന്ന കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഈ മീൻകറി അടുപ്പിലോട്ടാക്കിയിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ. കാരണം എൻ്റെ തല മുതൽ കാല് വരെ ഇത് വെട്ടിയതിൻ്റെ പാടുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വെട്ടുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കത്തില്ലെന്ന്. അമ്മാതിരി വെട്ടായിപ്പോയി. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ സ്വന്തം കുടംപുളി ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ് ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ആദ്യം ഇടുമ്പോഴൊന്നും ശരിയാവത്തില്ല, ഞാൻ നോക്കും പിന്നെ. അപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ മീൻ അങ്ങോട്ട് പറക്കിയിടുകയാണേ. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ നാടൻ ഫുഡുകളൊക്കെ കാണിക്കുന്നത്. പിന്നെ വല്ലപ്പോഴും ചിക്കനോ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കും. പക്ഷെ എന്നാലും എനിക്ക് കോൺഫിഡൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഈ നാടനാ ഡൂക്ലിയാന്നോർത്ത് ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ എൻ്റെ പ്രത്യേക നന്ദി അറിയിപ്പിക്കുന്നു ഞാൻ. അപ്പം നമ്മുടെ മീൻ കറി അടുപ്പിലോട്ട് വെച്ച് അതൊന്ന് തിളച്ച് വറ്റട്ടെ. അപ്പോൾ ഈ സമയം അമ്മ കപ്പ മോള് വേവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കപ്പ കുഴച്ചതും തലക്കറിയും കൂടെ കൂട്ടി ഒരു പിടി പിടിക്കും. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ വെന്തില്ല, അല്ലെങ്കിൽ ഞാൻ വിളമ്പുന്നത് കാണിച്ചേനെ. അപ്പം കണ്ടോ, സൂപ്പർ ഉപ്പും പുളിയൊക്കെയുള്ള നല്ല മീൻകറിയാണ്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. ഓക്കേ.